കോമ്പിനേഷൻ പറയും. ഒരു ആക്ടർ ആൻഡ് ആക്ട്രസ്, ഒരു കോമ്പിനേഷൻ. ആ കോമ്പിനേഷനിലുള്ള ഒരു മലയാള സിനിമയിലെ ഒരു ഗാനം മാത്രം മതി നിങ്ങൾ 4 വരി പാടുക. അത് മറ്റുള്ള ടീമും അംഗീകരിക്കണമെന്ന്. ഒരു ടീം പാടുകയാണെങ്കിൽ മറ്റു 2 ടീമും അവർ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അവർക്കത് സ്വീകാര്യമാണ്. അപ്പൊ ആദ്യത്തെ കോമ്പിനേഷൻ ടീം എയോടല്ലേ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ചോദിച്ചത്, ടീം സിയോടാണ് പ്രാവശ്യം. നസീർ ഷീല മൈക്കോട്ടു. നസീർ, ഇളവന്റെ ഉർമ്മളത്തിലെ നസീറും ഷീലയും. ആ പാട്ട് പാടാൻ പറ്റില്ല. ഒരു സെക്കൻഡ് ഇല്ല, 10 സെക്കൻഡേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിൽ 1 സെക്കൻഡ് പോയി. ഓക്കെ. നീ മധുപകരു അനുരാഗ പൗർണമിയേ, നീ മധുപകരു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മലർച്ചൊരിയും അനുരാഗ പൗർണമിയേ. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഷീല ഇരിക്കുകയാണ്. പറഞ്ഞ പുറത്തോട്ടിടും. നസീറോടെ പോയി, നസീർ ഓടിപ്പോയി, ഷീലയെ പേടിച്ചു. ശരി, അപ്പൊ 10 പോയിന്റ് അല്ലേ? 10 പോയിന്റ്, വെരി ഗുഡ്. അടുത്ത എന്താണ് പ്രതീക്ഷ? ടീം ബിക്കാണ്. ആ നടനം നടിയാരാണ് കാണിക്കാൻ പറ്റുമോ? ശോഭന. അപ്പറഞ്ഞ നടനും ശോഭനയും. മോഹൻലാലും ശോഭനയും ചേർന്ന് ആലപിച്ച ഗാനം. ഒത്തിരി പാട്ടില്ല. അല്ല, അത് പറ്റുമോ? ഒരു മിനിറ്റ് ചോദിക്കട്ടെ. ഒരുമിച്ച് യുഗ്മഗാനം പ്രേമിച്ച് ആടിക്കുഴഞ്ഞ് പാടുന്ന പാട്ടാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. 10 പോയിന്റ് നിങ്ങൾക്ക് കിട്ടി. പക്ഷെ ജസ്റ്റ് ഫോർ ദ ഫൺ ഓഫ് ഇറ്റ് ഒരു പാട്ട് കൂടെ പാടാൻ പറ്റുമോ? മോഹൻലാൽ ശോഭനയുടെ വേറൊരു സിനിമയിലെ ചുണ്ടിലെന്തേ ഇറങ്ങി ഓടി വന്നു. അതെ തന്നെ പോരട്ടെ. വെരി ഗുഡ്. അപ്പൊ ടീം എയോടാണ് അവസാനത്തെ ചോദ്യം ഈ റൗണ്ടിലെ. പിന്നെ ഞാനും ആക്ഷൻ കാണിക്കും. ഇല്ലേ? മമ്മൂട്ടിയും സുമലതയും മൈക്ക് കൊടുക്കും. അവിടെ തുടങ്ങി. നിറക്കൂടം ഗുഡ് ജോബ് ടീമേ, ഗുഡ് ജോബ്. 10 പോയിന്റ്. അപ്പൊ ഈ റൗണ്ടിൽ എല്ലാവരും 10 പോയിന്റ് വെച്ച് എടുത്തിരിക്കുകയാണ്. സോ വി ആർ കണ്ടിന്യൂയിങ് വിത്ത് അവർ കരയോക്കെ റൗണ്ട്. പിസ്സ ഡ്രിങ്ക്സ് എല്ലാം 50% ഓഫ് ആണ്. 50% ഓഫ് ആണ്.
50% സമയം കഴിഞ്ഞ പിച്ചകളാണ്. കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വെറി പോവാം എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാൻ വീണ്ടും പറയണം, ഞാൻ വെറും അനൗൺസറുടെ ജോലി മാത്രമാണ്. മെഡോണ